ഭാര്യനെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്തെന്താ അറിയോ, നിങ്ങൾ ഇയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എൻ്റെ ഫാദറിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് കണ്ടിട്ട് അയാൾക്ക് മകളെ കെട്ടിച്ചു കൊടുത്ത്? ഷാജി എന്ന് പറയുന്ന ഒരു SFI-കാരൻ ED ഓഫീസറായതിൻ്റെ ദുരന്തമായിരുന്നു. സുപ്രീം കോടതി വരെ പോയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് ഒറ്റ കേസേ ഉള്ളൂ, അത് KM ഷാജി. ഞാൻ വൈകാരികമായി പോകുന്നുണ്ട്, സോറി. എൻ്റെ 10 കൊല്ലാണ് എൻ്റെ വീടിൻ്റെ നമ്പർ തരാഞ്ഞ്. മോനറിയാം, 10 കൊല്ലം എൻ്റെ വീട്ടിൽ 2 തവണയാണ് EDയുടെ റെയ്ഡ് നടന്നത്. എന്നെ ED പീഡിപ്പിക്കുന്നത് എൻ്റെ ഭാര്യ. 2 ദിവസം അവൾക്ക് അവളുടെ രാഷ്ട്രീയത്തിലെ ഇൻവോൾവ്മെൻറ്റ് ചോദിച്ചാൽ നിങ്ങളിൻ്റെ ഒരൊറ്റ സോഷ്യൽ പ്രൊഫൈൽ ചെക്ക് ചെയ്താലും എൻ്റെ ഫാമിലിൻ്റെ ഫോട്ടോ ഒന്നും കിട്ടൂല. അതിപ്പോൾ ഞാൻ തുടങ്ങിയൊന്നല്ല. അവർക്ക് അവരുടെ, ഞാൻ ഈ കൺവീനിയൻസ് എൻജോയ് ചെയ്യുന്ന ആളല്ല. മന്ത്രി എന്ന് പറയുന്ന ഒരു കൺവീനിയൻസാണ്, MLA എന്ന് പറയുന്നത് കൺവീനിയൻസാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല, അത് എൻജോയ് ചെയ്യുന്ന ആളല്ല. എൻ്റെ ഫാമിലിയും കൊണ്ട് നടക്കലും ഫാമിലി, ഞാൻ 10 വർഷം MLA ആയിട്ട് ഒരു തവണയാണ് എൻ്റെ ഫാമിലി തിരുവനന്തപുരത്ത് ഒരു ഡേ. അവർ ആ ഭാര്യനെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്തെന്താ അറിയോ, നിങ്ങൾ ഇയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എൻ്റെ ഫാദറിനോട് ചോദിച്ചത്, നിങ്ങൾ എന്ത് കണ്ടിട്ട് അയാൾക്ക് മകളെ കെട്ടിച്ചു കൊടുത്ത്? ഷാജി എന്ന് പറയുന്ന ഒരു SFI-കാരൻ ED ഓഫീസറായതിൻ്റെ ദുരന്തമായിരുന്നു അത്. ആ കേസിന് ഞാൻ പോയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ പേരുകൾ പറഞ്ഞു തരുമോ? ഒരാളെ. ഞാൻ കോടതിയിൽ നിന്നാണ് പോകുന്നത്. കേരളത്തിൽ EDയുടെ കേസ് റൈറ്റ് ഓഫ് ചെയ്ത ഒരൊറ്റ കേസേ ഉള്ളൂ, എൻ്റെ കേസാണ്. സുപ്രീം കോടതി വരെ പോയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത ഒറ്റ കേസേ ഉള്ളൂ, അത് KM ഷാജി. ഞാൻ വൈകാരികമായി പോകുന്നുണ്ട്, സോറി. എൻ്റെ കേസേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം പിടിച്ചുകൊണ്ട് പോയ പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഷാജിൻ്റെ ഇട്ടിട്ടുള്ളൂ. ഞാൻ നിയമപരമായിട്ട് പോയി. ഞാൻ ഇതിനു മുമ്പ് ഈ കേരള ഹൗസിൽ എൻ്റെ ജീവിതത്തിലാകെ താമസിച്ചത് എൻ്റെ കേസ് നടത്താനാണ്. ഇപ്പം മന്ത്രിയായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ ഇന്ന ആജാതി പിന്നെ എൻ്റെ വ്യക്തിപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദം താത്താനും ശബ്ദം ഇറക്കാനൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ല. ശരിയാണെന്ന് തോന്നിയാൽ അത് പറയാന്നുള്ളത് തന്നെയാണ്. അങ്ങനത്തെ അനുഭവിച്ച ഒരാളോട് നിങ്ങൾ പറയരുത്. ഞാൻ ഇപ്പോൾ കുട്ടികൾ ഇന്നൊരു സാധനമുണ്ട്, എൻ്റെ 10 കൊല്ലാണ് എൻ്റെ വീടിൻ്റെ നമ്പർ തരാഞ്ഞ്. മോനറിയാം, 10 കൊല്ലം. കോഴിക്കോട് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള എഞ്ചിനീയർ പ്രശാന്താണ് എൻ്റെ വീടുണ്ടാക്കിയത്. 10 കൊല്ലം നമ്പർ തരാണ്ട്. ഞാനാണിപ്പോൾ പിന്നെ ഈ പഞ്ചായത്തിൻ്റെ എടുക്കുന്നത്. അങ്ങനെയുള്ളൂ ദിവസം. കണ്ടുകണ്ടങ്ങിരിക്കുന്ന ഒരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ. അങ്ങനെയാണ് ഇതേ. ഞാനെന്താന്ന് പറയും, നാളെ ഒരൊറ്റ വർത്തമാനം കൊണ്ട് റോട്ടുമേലിറങ്ങും. ഒറ്റ വാക്ക് മതി, എൻ്റെ പണി പോവും. അഹങ്കരിക്കാനും മറ്റുള്ളവൻ്റെ മേത്ത് കയറാനുള്ളതല്ല ഒന്നും.